ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ കുറഞ്ഞു. ട്രിവാൻഡ്രത്ത് നിന്ന് ഇച്ചിരി മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ പോയ സമയത്ത് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കണവ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. കൂന്തലെന്നും പറയപ്പെടും അല്ലേ. അപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രംകാർ കണവ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. കണവ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളിയുണ്ട്, സവാളയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കണവ റോസ്റ്റിൽ രുചിയും മണവും ഗുണവും കൂട്ടണമെങ്കിൽ കുറച്ച് പൊടി ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉലുവപ്പൊടി, ഞാൻ അര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതൊക്കെ താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാൻ വെച്ചു. നല്ല ചൂടായതിനു ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് അങ്ങോട്ട് കടുക് വറ നമ്മുടെ പെരിഞ്ചീരവും ഏലക്കയും പട്ടയൊക്കെ ഇട്ട് കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തു. പൊട്ടി തെറിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അവരൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. എന്നിട്ട് സവാള ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി വരണം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തൊണ്ടമുളകുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാനുമുണ്ട് എന്ന് പറഞ്ഞ തക്കാളി ഒരു ഒറ്റച്ചാട്ടം കേട്ടോ. അങ്ങനെ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ക്യാമറമാൻ ഇല്ലാത്ത കാരണം ഞാൻ തന്നെയാണ് തിരക്കഥയും സംഭാഷണവും എല്ലാം ആയത് കാരണം എല്ലാ പൊടി ഐറ്റംസും ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുത്ത് മീഡിയം സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കണവയും ഈ പൊടി ഐറ്റംസ് എല്ലാം കൂടി അങ്ങോട്ട് സോറ പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് വരുന്ന സമയത്തുണ്ടല്ലോ ഇവരൊന്ന് ചൂടാകും. അപ്പോൾ അവർ ചൂടാവുന്ന സമയത്ത് അവരൊന്ന് തണുപ്പിക്കാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ വെള്ളം ചേർത്ത് വെള്ളത്തിലൊന്ന് മയപ്പെടുത്തിയെടുത്തു. അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കുറുകി വറ്റി വരുന്ന സമയം ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നില്ലേ, അര ഗ്ലാസ് തേങ്ങാപ്പാൽ. അപ്പോൾ അതിൽ അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് അതും കൂടി മിക്സ് ചെയ്ത് അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അവർ തേങ്ങാപ്പാലും വെള്ളവും എല്ലാം കൂടി ഒന്ന് കുറുകി ശാന്തം പിന്നെ കേട്ടോ. അതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് എന്താ പറയുക ഗരം മസാലയും കൂടി തൂക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മാർക്കറ്റിൽ പോയി വന്നത് ഒരു ഈവനിങ് ടൈം ആയത് കാരണം ഞാൻ അപ്പം തന്നെ അതങ്ങ് ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ചൂട് ദോശയും അതുപോലെ തന്നെ കണവ റോസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾക്ക് ചോറിലൂടെയും കപ്പയിലൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സ്വാദിഷ്ടമാണ്. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.